സോ ഗുഡ് ഈവനിങ്. തിരുക്കുറളിലെ 87ാമത്തെ കുറളിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിന്റെ 1800ാമത്തെ ദിവസവും കൂടിയാണ്. ഏകദേശം 5 വർഷം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തിരുക്കുറളിന്റെ 87ാമത്തെ കുറൾ, ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ. കുറളില് ആ ടൈറ്റില് സാർ എഴുതിയിരിക്കുന്നതനുസരിച്ച് ശത്രുമാഹാം, ഗ്രേറ്റ്നെസ് ഓഫ് എനിമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിമിയുടെ മാഹാത്മ്യത്തെ കുറിച്ച് അറിയണം എന്നുള്ളതാണ്. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തി മാമിനെയും അതുപോലെ തന്നെ മോഹൻദാസ് സാറിനെയും. സോ ശാന്തി മാം, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ 87ാമത്തെ അധികാരമാണ് പഹൈമാക്ഷി. കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച എനിക്ക് പറ്റിയില്ലായിരുന്നു, സാറായിരുന്നു. അപ്പം ഇഹൽ എന്ന് പറഞ്ഞ ഒരു അധികാരമാണ് എടുത്തത്. അതിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ നോക്കുമ്പോൾ ഇത് രാജാവിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് സാധാരണ ജനങ്ങൾക്കും ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് ഈ ഇതിലും പറഞ്ഞിരിക്കുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും പലപ്പോഴും നമുക്കിട്ട് ചതിച്ചിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശത്രു എങ്ങനെയുള്ള ആളാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ശത്രുവിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അവർ കടന്നു വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ ജയിക്കാം എന്ന് നോക്കാൻ പറ്റും. അത് തന്നെയാണ് ഈ പഹൈ മാക്ഷി എന്ന് ഈ അധികാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പഹൈ എന്ന് പറഞ്ഞാൽ ശത്രു, മാക്ഷി എന്ന് പറഞ്ഞാൽ ചിറപ്പ് എന്നാണ്, എന്ന് വെച്ചാൽ മഹാത്മ്യം എന്നാണ്. അപ്പോ ഇവിടെ നമുക്ക് എനിമിയുടെ മഹാത്മ്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഒരു ശത്രുവിന്റെ സ്വഭാവങ്ങൾ എന്താണ്, ആ ശത്രു എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, ആ ശത്രുവിനെ നമ്മൾ എതിർക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യകത, ഇതിനെക്കുറിച്ചാണ് ഈ അധികാരത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു രാജാവാണെങ്കിൽ നമ്മുടെ എതിരാളി എങ്ങനെയാണ് എന്ന് അറിഞ്ഞിട്ട് വേണം അവരുമായി പൊരുതാൻ. ഇപ്പൊ നമ്മളെക്കാളും നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്ന ഒരാളുമായിട്ട് നമ്മൾ വഴക്കിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ ജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ പോകുന്നത്? അപ്പൊ അത് നമുക്ക് നല്ലതല്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അളന്ന് അറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ അധികാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതില് 861ാമത്തെ കുറളാണ്. വലിയാർക്ക് മാറ് ഏറ്റൽ ഓമ്പുക, ഓമ്പ മെലിയാർമേൽ മേഘപ്പകൈ. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ശത്രു എത്ര ബലവാനാണ് എന്ന് അറിഞ്ഞിട്ട് വേണം അവനുമായി നമുക്ക് യുദ്ധം ചെയ്യാൻ. കാരണം നമ്മൾ അവരുടെ ബലം എന്താണെന്ന് അറിയാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും, എന്ത് തന്നെ ചെയ്താലും ചിലപ്പോൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. നമുക്ക് രാമായണത്തിൽ അറിയാം, ശ്രീരാമൻ എത്രയോ വലിയവനാണ്. ശ്രീരാമനെ കുറിച്ച് നമുക്ക് അറിയാം, അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനാണ്, നമ്മളെ ദൈവതുല്യനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു വാലിയെ കൊല്ലാനായിട്ട് മറഞ്ഞു നിന്നാണ് വാലിയെ ആക്രമിച്ചത്. അപ്പോൾ അതൊരു ശരിയാണോ എന്നൊരു ചോദ്യം ഇപ്പോഴും ഞങ്ങളുടെ തമിഴ് എന്താണ് ഇലക്ഷ്യപട്ടം എന്ന് പറയും, അതിലൊക്കെ ചർച്ചയാണ്. രാമൻ ചെയ്തത് ശരിയെന്നും രാമൻ ചെയ്തത് തെറ്റ് എന്നും വാദിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വഴക്കാട് മണ്ഡലങ്ങളിലൊക്കെ ഈ ടോപ്പിക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത്രയും വലിയ സന്മനസ്സും എല്ലാം തികഞ്ഞ ന്യായങ്ങൾ ഇതെല്ലാം അറിഞ്ഞ ഒരു വ്യക്തിയാണ് വാലിയെ മറിഞ്ഞിരുന്ന് കൊന്നത്. എന്തുകൊണ്ട് ചെയ്തു? വാലിയുടെ ബലം എന്താണ്? വാലിയുടെ മുന്നേ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബലത്തിന്റെ പകുതിയോളം അദ്ദേഹത്തിന് പോകും എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് മറിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റില്ല. അപ്പോ ദൈവമായാൽ പോലും ഒരു മനുഷ്യനായത് കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ തിരുക്കുറളില് വള്ളുവർ പറയുന്നത്
ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ എതിരാളി എത്രത്തോളം ബലവാനാണ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് വലിയാർക്ക് മാറി ഏറ്റൽ ഓമ്പുക. നമ്മളെ കൊണ്ട് പറ്റില്ല, ഇദ്ദേഹത്തിനോട് നമുക്ക് എതിരിടാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ അവരെ ശത്രുതയാക്കാൻ നിൽക്കരുത്. ആ ശത്രുത വളർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് രാജാവിന് മാത്രമല്ല, രാജാവാണെങ്കിൽ പോലും അത് ചെയ്യരുത്. കാരണം നമുക്ക് ജയിക്കാൻ പറ്റില്ല എങ്കിൽ അവരുമായിട്ടുള്ള ശത്രുത വളർത്തേണ്ട ആവശ്യമേ ഇല്ല. ഒഴിഞ്ഞു മാറാൻ നോക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയാണെങ്കിലും നമുക്കറിയാം, നമ്മളെക്കാളും വലിയ കാശുള്ളവരോ അല്ലെങ്കിൽ നല്ല അധികാര ഫലമുള്ളവരോ ആണെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇനി അഥവാ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കായിരിക്കും അതിന്റെ ദോഷം ഫലം വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ഒരിക്കലും ശത്രുതയ്ക്ക് പോകരുത്. അതാണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. വലിയാർക്ക് മാറി ഏറ്റൽ ഓമ്പുക. അവരുമായി, വലിയാർ എന്ന് പറയുന്നത് നമ്മളെക്കാളും വലിയവരാണ്. അവരെ ഏത് രീതിയിലുള്ള വലിയവരായാലും അതെടുത്തോളാം. ഓമ്പ മെലിയാർമേൽ മേഘപ്പകை. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മെലിയാർ എന്നിവിടെ പറയുന്നത് നമ്മളെക്കാളും എളിയവർ എന്നാണ്. ആ എളിയവർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള എളിയവരാണ്. ഒന്ന് നമ്മളെക്കാളും ഇത് കാശ് ആ രീതിയിൽ എടുത്തോളാം. ഇനി അത് പോയിട്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ രാജാവിൻ്റെ ഭരണം ചെല്ലണം എന്ന് രാജാവിന് ഒരു ആഗ്രഹമല്ല, അവരുടെ ഒരു സ്വഭാവമാണത്. ഏതൊക്കെ അടുത്തുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കണമെന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഈ നമ്മുടെ ശത്രുവായിട്ട്. പിന്നെ ഒരിക്കലും മറ്റുള്ളവരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കണം, ഇതൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അവരുടെ ശത്രുതയെ നമ്മൾ ഏറ്റെടുക്കണം. അവരെ നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ ഒരു കടമയാണ്. അപ്പൊ നമ്മളെക്കാളും മുകളിൽ നിൽക്കുന്നവര് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളവരുടെ ശത്രുതയെ നമ്മൾ വാങ്ങരുത്, അതിനെ വിട്ടൊഴിഞ്ഞു മാറണം. എന്നാൽ മെലിയാർമേൽ മേഘപ്പകை. മെലിയാർ എന്ന് പറയുന്നത് ഇവിടെ മെലിഞ്ഞത് എന്ന് എളിയോൻ എന്ന് പറയുവാൻ കാരണം എല്ലാ രീതിയിലും, അതായത് കാശെന്ന രീതിയിലായാലും ശരി തന്നെ, ഇനി അവരെ നമുക്ക് എതിർക്കാൻ പറ്റുന്ന എല്ലാ മോശമായ പ്രവർത്തികളും അവന്റെ കയ്യിലുണ്ട്. അപ്പോൾ ന്യായം എന്ന് പറയുന്ന സാധനം അയാളുടെ അടുത്തുകൂടി പോയിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവരുടെ ശത്രുത നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്, അവരെ ഇല്ലാതാക്കേണ്ടതാണ്. അതാണ് ഏറ്റവും അത് അദ്ദേഹം തന്നെ വിലക്കി വാങ്ങിയതാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അങ്ങനെ വേണം ചെയ്യാൻ എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. 87-ാമത്തെ അധ്യായം ഖുറൽ നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ഈ പാഠത്തിന്റെ പേര് പകൈ മാർച്ച്. ശത്രുമാഹാത്മ്യം എന്നൊക്കെ അതിനെ ഇവിടെ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്നെസ് ഓഫ് എനിമി. ഇപ്പോൾ ലോകം ഒരു യുദ്ധത്തിന്റെ മുനമ്പിലാണല്ലോ. അപ്പോൾ തന്നെ ഈ വിഷയം മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമുണ്ട്. ചില രാജ്യങ്ങളുടെ മേൽ ചില രാജ്യം ആക്രമണം അഴിച്ചുവിടുന്നു. അപ്പൊ ഈ ആക്രമണത്തിന്റെ പിന്നിൽ നടത്തുമ്പോൾ വളരെ ബുദ്ധിപരമായി ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മൾ ഏറ്റുമുട്ടാൻ ആരുമായിട്ടാണോ ഒരുങ്ങുന്നത് അപ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ചില ധാരണയെക്കുറിച്ചാണ് ഈ ഖുറലിൽ നമ്മെ പഠിപ്പിക്കുക. ജ്ഞാനം, ജാഗ്രത, തന്ത്രപരമായ ശക്തി എന്നിവയിലൂടെ ശത്രുക്കളെ മനസ്സിലാക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും മറികടക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ദുർബലനോ വിഡ്ഢിയോ ആയ ശത്രു എളുപ്പമുള്ള ഇരയാണെന്നും ബുദ്ധിമാനായ ശത്രു തന്റെ ശ്രമങ്ങളെ ദ്രോഹിക്കുന്നതിൽ
അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്നതിൽ സമർത്ഥനാണെന്നും ഇത് എടുത്തു കാണിക്കുന്നു. ശക്തരുമായുള്ള ശത്രുത ഒഴിവാക്കുക. നിങ്ങളുടെ ശത്രുത അങ്ങനെ ചെയ്യാൻ പരാജയപ്പെടുന്ന ദുർബലന്റെ മേൽ അഴിച്ചുവിടുക എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷെ ദുർബലന്റെ മേലെല്ലാം അഴിച്ചുവിടേണ്ടതില്ല. ഏതായാലും ശക്തനുമായിട്ട് ഏറ്റുമുട്ടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. സ്നേഹമില്ലാത്തവന് ശരിയായ കൂട്ടാളികളില്ല, സ്വന്തമായി ശക്തികളില്ല. അവന്റെ ശത്രുക്കളുടെ ശക്തി എങ്ങനെ പരാജയപ്പെടും? ഭീരുവും അജ്ഞനും അസ്വസ്ഥനും അവൻ തന്റെ ശത്രുക്കൾക്ക് എളുപ്പമുള്ള ഇരയാണ്. സദാ കോപിക്കുന്നത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ അവൻ എപ്പോഴും തൃപ്തിപ്പെടാത്തവനാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെയും അവൻ ആർക്കും എളുപ്പമുള്ള ഇരയാണ്. ശരിയായ മാർഗങ്ങൾ അന്വേഷിക്കുന്നില്ല, അവന്റെ അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല, അപമാനത്തെ ഭയപ്പെടുന്നില്ല. അവന്റെ ശത്രുക്കൾ അവനെ ആസ്വദിക്കുന്നു. വലിയാർക്ക് മാറേറ്റൽ ഓമ്പുക, ഓമ്പാ മെലിയാർ മേൽ മേഘ പകൈ. പ്രബലനിൽ പാടില്ല പക, അത് തന്നെക്കാൾ എളിയോരിൽ തുടരലേ യുദ്ധം. ശക്തരോടുള്ള ശത്രുത ഉപേക്ഷിക്കുക, ദുർബലരോട് ശത്രുത തുടരുക. നമ്മളെക്കാൾ ഉയർന്നോരിൽ പക വെക്കാതിരിക്കണം, താഴ്ന്നോരിൽ പക തോന്നുന്നതാകിൽ വിടാതിരിക്കണം എന്ന് കവിയും പറഞ്ഞു വെക്കും. ഓവർ ടു ഓമന മാം. Thank you, sir. The Tirukural, authored by the celestial poet Thiruvalluvar, is a foundational Tamil philosophical text comprising 1,330 couplets. It is universally revered as the universal Veda for its secular and timeless wisdom on ethics, statecraft, and love. Organized into 133 chapters, it provides a practical roadmap for leading a righteous and meaningful life. Chapter 87, Greatness of the Enemy. Pagai Machi explores the strategic nuances of hostility, advising on which adversaries to avoid and which to challenge. It emphasizes that an enemy lacking internal discipline or popular support is destined for a swift and easy defeat. Thiruvalluvar suggests that a wise leader can leverage an opponent's moral and strategic weaknesses to ensure victory without excessive struggle. Keep your friends close, but your enemies closer, attributed to Sun Tzu. Kural 861. Leave enmity towards the stronger. Continue animosity to those weaker. Tirukural 861 advises avoiding conflict with a superior foe while strategically engaging a weaker one. This principle mirrors the story of sage Vishwamitra, who initially challenged the divine sage Vasishta, a far superior spiritual power. Recognizing his repeated failure against a stronger opponent, Vishwamitra abandoned direct hostility and turned his focus toward rigorous penance to attain equal stature. By redirecting his energy, he transitioned from a defeated enemy to a realized Brahmarshi. This shift demonstrates the wisdom of choosing one's battles based on relative strength rather than blind pride, avoiding a futile confrontation
preserves resources for eventual success. Leave enmity towards the stronger. Continue animosity to those weaker. Over. Thank you. குறள் 862. அன்பிலன் ஆன்ற துணையிலன் தான் துவான் என்பரியும் மேதிலான் തുപ്പ്. അതായത് ഈ ആരാണോ നമ്മുടെ ശത്രു എന്ന് വിചാരിക്കുന്ന ആളുടെ സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അതിൽ അൻപിലൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരെടുത്ത് എപ്പോഴും ദേഷ്യപ്പെടുക, എന്ത് കാരണം കൊണ്ടും അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അവരുടെ കൂടെ ആരെങ്കിലും കൂടുതൽ അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആരും കാണത്തില്ല. പിന്നെ എപ്പോഴും ദേഷ്യം മാത്രമല്ല, നല്ലതൊന്നും ചിന്തിക്കാത്തത്, പോസിറ്റീവ് എനർജി തരാത്ത ഒരു മനുഷ്യരുമായിട്ട് നമ്മൾ അധികം അടുക്കാറില്ല. എപ്പോഴും നെഗറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിലൊരു കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവര്. അങ്ങനെയുള്ളവർ ഒരിക്കലും നമുക്ക് നല്ലത് ചെയ്യത്തില്ല. അവരിൽ നിന്ന് നമുക്ക് നല്ലത് കിട്ടുകയുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുമായി ആരും അടുക്കാറില്ല. ഇത് രാജാവിനും പറ്റുന്നതാണ്, സാധാരണ മനുഷ്യർക്കും ചേരുന്നതാണ് ഈ അഭിപ്രായങ്ങൾ. അൻപിലൻ, അതായത് ഒരു ആളെയും തന്നോട് ചേർത്ത് നിർത്താത്ത ഒരുത്തൻ. അൻപ് ഇല്ലാത്തവൻ എന്ന് വെച്ചാൽ ആരുമായും ഇണങ്ങിപ്പോകാത്തത്, അങ്ങനെയുള്ള ആള്. ആന്റെ തുണയിലൻ, ഇനി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വസ്തനായ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ വിശ്വസ്തൻ എന്ന ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ടാവും. കാരണം നമ്മളിപ്പോ ജീവിതത്തിൽ പലർക്കും പല ഘട്ടങ്ങളിൽ പല 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 പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോ ജീവിതത്തിൽ നമുക്ക് നേരിടാൻ കഴിയാത്ത ദുഃഖങ്ങൾ വന്നു ചേരാൻ, ആരെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവർ മരിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്ക് വളരെ ഫിനാൻഷ്യലായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടോ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാവാം. ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാള് അത്യാവശ്യം വേണ്ടതാണ്. അപ്പൊ ആ ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ അത്രയും വിശ്വസ്തനായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എല്ലാവർക്കും കാണും, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണിത്, അപ്പൊ എൻ്റെ എല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരി എന്ന് ഒരാളെ നമ്മൾ വെച്ചേക്കും. അത് അങ്ങനെയുള്ളവരാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ നമുക്ക് ഉതകുന്നത്. എന്നാൽ ഈ രാജാവ്, ഇദ്ദേഹം അതായത് ആരോടും അൻപില്ലാത്തവനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും കാണുമോ? കാണില്ല. അപ്പോ ആന്റെ തുണയിലാണ്. ആന്റെ എന്ന് പറയുന്ന ആ വാക്കിൽ വളരെ അധികം എപ്പോഴും നല്ല ശക്തമായ ഒരു സഹായി. അപ്പോ രാജാവിന് എപ്പോഴും ഒരു സഹായി കാണും. അപ്പൊ അദ്ദേഹം എങ്ങനെ ആയിരിക്കണം? നല്ല ശക്തിമാനായിരിക്കണം. അങ്ങനെ നല്ല ശക്തിമാനായ നല്ല വിശ്വസ്തനായ ഒരാള് ഇയാൾക്ക് കൂടെയില്ല. അങ്ങനെയുള്ള ആള് താൻ തുവാൻ. ഇനി അത് മാത്രമല്ല, ഇദ്ദേഹമാണെങ്കിലും നല്ല ശക്തിമാനാണോ? ഇല്ല. രാജാവും ശക്തിയല്ല. എന്നാൽ സ്നേഹമുള്ളവനാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. വിശ്വസ്തനായ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഏതിലാൻ തുപ്പ്. ഉള്ളവന്റെ അടുത്ത് ശത്രുത എന്നുള്ളത് താനേ വന്നു ചേരും. അത് അദ്ദേഹത്തിന്റെ കഴിവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ട് വിജയിക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. ഒന്ന്, അദ്ദേഹം ആരെയും സ്നേഹിക്കാറില്ല. എല്ലാവരോടും ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക. പിന്നെ നല്ല ഒരാളെ, ശക്തിയായ ഒരാളെ കൂടെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ശരി, അതില്ല. സ്വന്തം കഴിവ് ഉണ്ടോ? അതുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ പറയട്ടെ സർ? ഓക്കെ, പറയൂ സർ. അൻപിലൻ ആന്റെ തുണയിലൻ താൻ തുപ്പാൻ തൂവാൻ என்பரியும் ஏதிலான் துப்பு.
തന്റെ ബന്ധുക്കളിൽ സ്നേഹമില്ലാത്തവനും ഒപ്പം എല്ലാവരുടെയും സഹായം ലഭിക്കാത്തവനും സ്വന്തം നിലയ്ക്ക് കരുത്തില്ലാത്തവനും ഒക്കെയായ ഒരുവൻ തന്റെ നേർക്ക് വരുന്ന ശത്രുക്കളുടെ കരുത്തിനെ എങ്ങനെയാണ് ചേർത്ത് നിൽക്കുന്നത്? അൻപിലൻ തന്റെ ബന്ധുക്കളിൽ സ്നേഹമില്ലാത്തവനും ആന്റെ തുണയിലൻ ഒപ്പം എല്ലാവരുടെയും സഹായം ലഭിക്കാത്തവനും താൻ തൂവാൻ സ്വന്തം നിലയ്ക്ക് കരുത്തില്ലാത്തവനും ഒക്കെയായ ഒരുവൻ ഏതിലാൻ തന്റെ നേർക്ക് വരുന്ന ശത്രുക്കളുടെ തുപ്പ് കരുത്തിനെ എൻപരിയും എങ്ങനെയാണ് ചേർത്ത് നിൽക്കുന്നത്? കൂറും തുണയും കരുത്തും ഇല്ലാത്തവൻ നേടുമോ ശത്രുമേൽ വിജയം? ബന്ധുജനങ്ങളിൽ സ്നേഹവും പ്രബലമായ സഹായവും നല്ല കരുത്തും ഇല്ലാത്ത ഒരുവൻ ശത്രുക്കളുടെ ദർഭത്തെ എങ്ങനെയാണ് അടക്കുക എന്ന് കവി ചോദിക്കുന്നു. കൂറും തുണയും കരുത്തും ഇല്ലാത്തവൻ നേടുമോ ശത്രുമേൽ വിജയം? ഓവർ. Good evening to all. Tirukkural Part 2. Kural 862. Anbilan and Tunailan Tan Tuvan Yenperium Edilan Tupu. How loveless, supportless, and one having no strength of self will destroy enemy's strength. This Kural highlights that a leader lacking love for his kin, possessing no reliable allies, and lacking personal strength is easy prey for his enemies. It emphasizes that vulnerability stems from isolation, lack of affection, and internal weakness, making it impossible to withstand force. Loveless, lacking in right companions, and himself without strength, might of his foes shall shred even his bones. Anbilan and Tunai Ilandan Tuvan Yen Pariyum Edilan Tupu. Thank you. Over, sir. അടുത്തത് 863 കുറലാണ്. അഞ്ചും അറിയാൻ அமைவியிலன் ഈഹലാൻ തഞ്ചം എളിയൻ പകയ്ക്ക്. ഇതും ഈ ശത്രുക്കളുടെ സ്വഭാവം കുറിച്ച് പറയാണ്. ഒരു 4 സ്വഭാവമാണ് പറയുന്നത്. ഈ 4 സ്വഭാവം ഉള്ള ഒരാളെ, അത് രാജാവായിക്കോളാം, മറ്റ് സാധാരണ മനുഷ്യനായാലും ഒക്കെ, ഇവരെ നമ്മൾ ശത്രുക്കളാണെങ്കിൽ ഇവർക്ക് ഒരു ശത്രു വേണമെന്ന് പോലുമില്ല. ഇവര് താനേ ഇല്ലാതായിക്കോളും. അല്ലെങ്കിൽ ഇവരെ ജയിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം ഇവരുടെ ഈ സ്വഭാവ ദൂഷ്യമാണ് കാരണം. അതിൽ ആദ്യം പറയുന്നത് അഞ്ചും. അതായത് നമ്മളിപ്പോ കുട്ടികളോട് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു ഇഴ ജന്തുക്കളൊക്കെ വരുന്ന സ്ഥലമാണ്, അവിടെ പോകരുത് എന്ന് പറയും. അല്ലെങ്കിൽ വിളക്കിൽ തൊടരുത്, ചുടുമെന്ന് പറയും. എന്നാൽ ഈ കുട്ടികൾക്ക് അത് അറിയില്ലല്ലോ. പലപ്പോഴും ചില കുട്ടികളാണെങ്കിൽ അത് തൊട്ടേ അടങ്ങും. കാരണം എനിക്ക് എന്താണെന്ന് അറിയണം എന്നൊരു ആഗ്രഹം കാണും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം അത് ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി കൈവയ്ക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ കടലിലൊക്കെ ഇറങ്ങാറുണ്ട്. എനിക്ക് നീന്താൻ അറിയാം, ഞാൻ അതിൽ കുളിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരുപാട് മലവെള്ളം ഇങ്ങനെ പാഞ്ഞു വരുന്ന സ്ഥലത്ത് പോയി എതിർത്ത് നീന്തണം എന്ന് അറിയാവുന്നവർക്ക് പോലും പറ്റില്ല. പിന്നെ കടലിൽ പോയി നീന്തണമെങ്കിൽ അതിന് സ്പെഷ്യൽ ഇത് വേണം. അവർക്ക് അങ്ങനെ ചെയ്തവർക്ക് നീന്തി ശീലമുള്ളവർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ അതിനെ ഭയക്കണം. കാരണം നമ്മൾ അവിടെ ഭയന്നില്ലെങ്കിൽ നമ്മുടെ ജീവന് വരെ അപകടം ഉണ്ടാവാം. അപ്പൊ ഭയക്കേണ്ടതിനെ ഭയക്കാതെ, എന്താണോ നമ്മൾ ഭയക്കേണ്ടത് അതിന് ഭയക്കാതിരുന്നാലും തെറ്റാണ്. അതും നല്ല ഒരു സ്വഭാവമല്ല. അതാണ് അഞ്ചും എന്ന് പറഞ്ഞാൽ എന്താണോ ഭയക്കേണ്ടത് അതിന് ഭയക്കാതെ, ഭയപ്പെടാത്ത കാര്യങ്ങൾക്ക് ഭയക്കുന്നത്. അത് ചിലരുടെ സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത്, നമ്മളിപ്പോ അറിയാം, നമ്മളിപ്പോ ശത്രുവാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ അദ്ദേഹം ഏത് സമയം വേണമെങ്കിലും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ആക്രമണം ഉണ്ടാകും എന്ന ഒരു കാര്യത്തിൽ ഭയന്നിരിക്കണം.
അത് ഭയക്കാതെ അതൊന്നും അവനൊന്നും എന്നെ ആക്രമിക്കില്ല, എനിക്ക് അതൊക്കെ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരുത്തനാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. അതാണ് ഈ അഞ്ചും എന്നുള്ളതിൽ പറയുന്നത്. അറിയാൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ഒരു രാജാവാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കും എന്ന് മാത്രമല്ല, രാജ്യത്തെ എങ്ങനെ ഭരിച്ചു കൊണ്ടുപോകണം, രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെ നല്ലത് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, ഒരു സാധാ മനുഷ്യനാണെങ്കിലും ലോകത്ത് എങ്ങനെ ജീവിക്കണം, ഈ ലോകം എങ്ങനത്തതാണ് എന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെ അഡാപ്റ്റായി വരുന്നത് വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ അഡാപ്റ്റായേ പറ്റൂ. കാരണം അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അറിയാൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുന്നതും അങ്ങനെ ഇരിക്കുന്ന ആളും. അമൈവ് ഇലൻ, ഈ മറ്റുള്ളവരുമായി യാതൊരു വിധത്തിലും യോജിച്ചു പോകാത്തവൻ. അവൻ എന്തായിരിക്കും? ആരെന്ത് പറഞ്ഞാലും, ചില വ്യക്തികളുണ്ട് നമ്മളെ ഒരു കാര്യം പറയുമ്പോൾ അയാൾക്കെല്ലാം അറിയാം എന്നുള്ള മട്ടില് നമ്മൾ പറയുന്നതിനെയൊക്കെ എന്തായിരിക്കും പറയുന്നത്? ഓ, ഇതൊക്കെ എനിക്കറിയാം. അപ്പൊ നമുക്ക് വീണ്ടും നമ്മളൊരു കാര്യം എന്താണോ അതിനെക്കുറിച്ച് വിവരിച്ച് പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഇവര് അയ്യോ, ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം നമുക്ക് കൂടുതൽ വിവരിച്ച് പറയാൻ ആഗ്രഹമില്ല, കാരണം അവർക്ക് അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട്. എന്നാൽ ശരിക്കും അവർക്ക് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നാൽ അവിടെ കാണിക്കുന്നത് എന്താണ്? എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവമാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ആളെയും നമുക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് എന്താണെന്ന് അറിയില്ലല്ലോ, അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ആരോടും യോജിച്ചും പോകുന്നില്ല. ഈ ഹലാൻ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായിക്കുമോ? അതുമില്ല. കാരണം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയേ ഇല്ല. എപ്പോഴും എനിക്ക് മാത്രം മതി, ഞാൻ മാത്രം ജീവിച്ചാൽ മതി, എനിക്കാണിത് എല്ലാം, എനിക്ക് എന്ന് വയ്ക്കുന്ന ആള് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവർക്ക് മനസ്സ് വരില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരും ഒരുപാട് പേര് നമുക്കിന്ന് കാണാൻ പറ്റും. സ്വന്തം സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ. ഇത് സെൽഫിഷ് മാത്രമല്ല, ഒരു പൈസ പോലും വിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, കളിക്കില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ന്യായങ്ങൾ കാണും. അങ്ങനെയുള്ള ആള്, ഈ 4 ദൂഷ്യ സ്വഭാവമുള്ളവരെ തഞ്ചം എളിയൻ പകയ്ക്ക്. തഞ്ചം എളിയൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശത്രുക്കൾക്ക് വളരെ വേഗം അവരെ വിജയിക്കാൻ കഴിയും. കാരണം ഇവരുടെ ഈ 4 സ്വഭാവങ്ങൾ തന്നെ അവരെ തോൽപ്പിക്കും. അതാണ് ഇതിന്റെ ശരി. 5 എന്താണോ ഭയപ്പെടേണ്ടത് അതിന് ഭയപ്പെടാതിരിക്കുക. അറിയാൻ, എന്താണോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് ഒന്നും തന്നെ അറിയാതിരിക്കുക. അമൈവ് ഇലൻ, അതായത് ആരോടും ചേണങ്ങി ചേരാത്ത ഒരാള്. ഈഹലാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാത്ത സ്വഭാവമുള്ളവൻ. ഇവനെല്ലാം തഞ്ചം എളിയൻ പകയ്ക്ക്. ഉള്ളവനെ നമുക്ക്, ഇങ്ങനെയുള്ള ശത്രുക്കളെ പെട്ടെന്ന് തന്നെ വിജയിക്കാൻ കഴിയും. അപ്പൊ ഈ സ്വഭാവം ഉണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു. ഒരിടത്തോട്ടെ ഖുറാൻ 863 അഞ്ചും അറിയാൻ അമൈവലൻ ഈഗലാൻ തഞ്ചം എളിയൻ പകയ്ക്ക്. 5 ഭയപ്പെടേണ്ട കാര്യമില്ലാത്തേ പോലും ഭയപ്പെടുന്നവനും, അറിയേണ്ട കാര്യങ്ങൾ പോലും അറിയാത്തവനും, അമൈവിലാൻ മറ്റു ഉള്ളവരുമായി ഒരു തരത്തിലും ഇണങ്ങാത്തവനും. 4ാമത്തെ വാക്ക് ആദ്യത്തെ വരിയിലെ ഈഗലാൻ ദാനധർമ്മങ്ങളൊന്നും ചെയ്യാത്ത ലുബ്ധനും ഒക്കെയായ ഒരുവൻ. 2ാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. പകയ്ക്ക്, ശത്രുക്കൾക്ക് കീഴടക്കുവാൻ. 2ാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. തഞ്ചം എളിയൻ എത്രയോ നിസാരനാകുന്നു. ഭയപ്പെടേണ്ട കാര്യം ഇല്ലാത്തേ പോലും ഭയക്കുന്നവനും, അവിവേഹിയും ആരോടും ഇണക്കമില്ലാത്തവനും, ദാനധർമ്മങ്ങൾ ചെയ്യാത്തവനും, ആവേശത്തിന് പോലും ചെലവിടാത്ത ലുപ്തനും ഒക്കെ ഒരുവൻ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം എത്രയോ നിസാരനാകുന്നു. അവനെ കീഴടക്കുവാൻ അവർക്ക് ഒരു പ്രയാസവും ഇല്ല. ഭീരു, അല്പജ്ഞൻ, ഇണങ്ങാത്തോൻ, ലുബ്ധനും ആയവൻ ശത്രുവിന് തുച്ഛമായി അല്ലെങ്കിൽ വളരെ നിസ്സാരമായി ജയിക്കാൻ സാധിക്കും. ഒന്നുകൂടി പറയാന്, ഭീരു, അല്പജ്ഞൻ, ഇണങ്ങാത്തോൻ, ലുപ്തനും
ആയവൻ ശത്രുവിന് തുച്ഛൻ. ഓവർ. Thank you, sir. Coward, ignorant, indisciplined miser is very weakling for enemy. Tirukural 863 identifies that an opponent who is cowardly, ignorant, and miserly is fundamentally weak and easily defeated. In the Chandogya Upanishad, the story of Satyagama Jabala illustrates the contrast between such weakness and true strength. When Satyagama sought knowledge, his teacher Gautama recognized that Satyagama's honesty and lack of deceit made him strong, unlike the ignorant who hide their nature. Conversely, the teacher identified that those clinging to pride or material hoarding, the misers of wisdom, possess no real power. Ignorance and indiscipline prevent an adversary from forming a coherent strategy, rendering them vulnerable to a grounded individual. A leader who recognizes these flaws in an enemy can easily overcome them without fear. Thus, genuine strength lies in clarity and discipline, whereas the lack thereof marks a certain downfall. Coward, ignorant, indisciplined miser is very weakling for enemy. Thank you. എണ്ണൂറ്റി 64 കുറൾ. നീങ്കാൻ വെകിളി നിറയിലൻ എഞ്ഞാണ്ടും യാങ്കണും യാർക്കും എളിത്. ഈ കുറളിലും ശത്രുക്കളുടെ സ്വഭാവം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വെകിളി നീങ്കാൻ എന്ന് പറഞ്ഞാൽ, വെകിളി എന്ന് പറഞ്ഞാൽ ദേഷ്യം, പെട്ടെന്ന് ദേഷ്യപ്പെടുക, എന്ത് കാര്യമാണ് എന്ന് കാര്യം അറിയാതെ ദേഷ്യപ്പെടുക. ദേഷ്യം എന്ന് പറയുന്നത് രാജാവിന് അല്ലെങ്കിൽ ഒരു രാജാവാണെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം ആവശ്യമാണ്. കാരണം നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ രാജാവ് ദേഷ്യപ്പെട്ടാൽ മാത്രമേ കാര്യം നടക്കൂ. ഒന്നും വേണ്ട, നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോലും നമ്മൾ വളരെ ഫ്രീ ആയി ദേഷ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകണം എന്ന രീതിയിൽ നിന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരിക്കലും അവർ നമ്മുടെ ശരിയായ രീതിയിൽ അവർ പ്രവർത്തിക്കില്ല. കുറച്ചൊക്കെ നമ്മളൊരു എന്ന് വെച്ചാൽ ഒരുപാട് ദേഷ്യപ്പെടണമെന്നല്ല, കുറച്ചൊന്ന് ദേഷ്യം കാണിച്ചാൽ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുപോലെയാണ് രാജാവും ചില സ്ഥലങ്ങളിൽ ദേഷ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തിന്റെ രാജ്യത്തെ വളർത്തിക്കൊണ്ടു പോകാൻ പറ്റൂ. ഇനി കുറച്ചും കൂടി അതായത് തമിഴിൽ പറയുകയാണെങ്കിൽ വിരിവാക്കം എന്ന് പറയും, നാട് പിടിക്കൊള്ളുക എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ദേഷ്യം ഒന്നും തന്നെ ഇല്ല. അയൽപക്കത്തെ രാജാവ് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ദേഷ്യപ്പെട്ടില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. എന്നാൽ ആ ദേഷ്യം എങ്ങനെ ആവണം എന്നുള്ളതാണ് ഈ പറയുന്നത്. എല്ലാത്തിനും ദേഷ്യം ആവശ്യമില്ല. ആവശ്യം വരുന്ന സ്ഥലത്ത് മാത്രമേ ദേഷ്യപ്പെടാവൂ. അങ്ങനെ ദേഷ്യപ്പെട്ടാൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലാതെ എപ്പോഴും എന്തിനും ഏതിനും ദേഷ്യം. അതാണ് വെകിളി നീങ്കാൻ. വെകിളി എന്ന് പറഞ്ഞാൽ ദേഷ്യം. അത് ദേഷ്യം. നീങ്കാൻ എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് മാറാത്തവൻ. നിറയിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ മാത്രമല്ല, എന്ത് കിട്ടിയാലും അതുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു ആൾക്കാര്. നമ്മളിപ്പോ ഈ കമ്പരാമായണത്തിൽ തന്നെയാണ്, ഞാനൊരു ഉദാഹരണം പറയാണ്. രാമൻ കാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കാട്ടിൽ പോകുന്ന സമയത്ത് രാമനായിരിക്കും ഇനി രാജ്യം ഭരിക്കുന്നത് എന്ന് അറിഞ്ഞ് ജനങ്ങളെല്ലാം വളരെ സന്തോഷവാനായിരിക്കുന്ന സമയത്ത് ആണ് ഇതറിയുന്നത് രാമൻ കാട്ടിലേക്ക് പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് സങ്കടത്തോടുകൂടി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്, ആ സമയത്തും രാമന്റെ അടുത്ത് യാചിക്കണം എന്നാണ്, എന്തെങ്കിലും എനിക്ക് വേണമെന്ന് ചോദിക്കാൻ. കാരണം ബ്രാഹ്മണരാണെങ്കിൽ
പലപ്പോഴും ഈ വേദം ഓതുന്നതൊക്കെ അവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് രാജാവ് ഇവർക്ക് ഒരുപാട് കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭാര്യ ചോദിക്കുക, നിങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞ് തള്ളി വിടുകയാണ്. അപ്പോ അപ്പോഴും രാമൻ എന്ത് ചെയ്യുന്നു? എന്താണോ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്നെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. മാത്രമല്ല അപ്പോഴും ആ രാവണന്റെ ഭാര്യയ്ക്ക് അതിനോടൊരു തൃപ്തി വന്നിട്ടില്ല. അപ്പോൾ രാമൻ അത് നോക്കിയിട്ട് ഒരു ചിരിക്കും. കാരണം ദൈവം ആണല്ലോ. അതുകൊണ്ട് അതിനൊരു വാക്കും പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കമ്പർ അങ്ങനെ ആ രാമായണത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം എന്നുള്ളതാണ്. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ച് തൃപ്തിപ്പെടണം. അത് ശീലിക്കണം ഒരു മനുഷ്യൻ. അത് ഏത് സമയത്തും അങ്ങനെ ഒരു ശീലമാണ് നല്ലത്. രാജാവിനും അങ്ങനെ ഒരു മറ്റുള്ളവരെ കണ്ട് അസൂയ അല്ലെങ്കിൽ അവരുമായി എന്നെക്കാളും അധികം അവനുണ്ട് എന്നുള്ള അത് നല്ലതല്ല. അതാണ് നിറയിലൻ. അങ്ങനെയുള്ളവനാണെങ്കിലും എഞ്ഞാൻറ്റും എപ്പോഴും യാങ്കണും യാർക്കും എളിത്. ഇങ്ങനെയുള്ള ആൾക്കാരെ വേഗം വിജയിക്കാൻ കഴിയും. കാരണം അവരെ നമ്മൾ ആരെങ്കിലും ഒരു ശത്രു രാജാവ് അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തിലെ രാജാവ് വന്ന് ഇവരുമായി യുദ്ധം ചെയ്ത് അവരെ വീഴ്ത്തണം എന്നില്ല. ഇവരുടെ ഈ സ്വഭാവം തന്നെ അവരെ വീഴ്ത്തിക്കോളും. അവരെ ശത്രുതയായിട്ട് നമ്മൾ കൊണ്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിജയം കിട്ടും. മാത്രമല്ല അവർക്ക് ഒരു ശത്രുത വേണമെന്ന് പോലുമില്ല, താനേ അങ്ങ് നശിച്ചോളും. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 864. പക. നീങ്കാൻ വെകുളി നിറയിലെഞ്ഞാൻറ്റും വ്യാങ്കണം വ്യാർക്കും എളിതു. കുപിതനെ സംയമനമറ്റവനെ എന്നാളും എവിടെയും വീഴ്ത്തുവാൻ എഴുതാം. ക്രൂദ്ധനും ഗോപ്യങ്ങൾ കാത്തിടാം മന്നനെ ആർക്കും എവിടെയും വെൽവാൻ എളുപ്പം. സ്നേഹശീലനും കാര്യങ്ങൾ രഹസ്യമായി നടത്താത്തവനുമായ രാജാവിനെ അയാളുടെ രാജധാനിയിൽ വെച്ചായാലും എവിടെ വെച്ചായാലും തോൽപ്പിക്കാൻ എളുപ്പം. രാജാവിനായാലും ചില സ്ഥലങ്ങളിൽ കോപം ആവശ്യത്തിന് മാത്രം. ദേഷ്യം ഉണ്ടാകണം. ശത്രു രാജ്യക്കാർ വന്ന് ആക്രമിക്കാൻ നിന്നാൽ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ വിജയിക്കാനാവില്ല, തോറ്റ് പിന്മാറേണ്ടി വരും. അതുകൊണ്ട് ആ രാജാവിന് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ ചിലപ്പോൾ ദേഷ്യവും വേണം, സീരിയസ് ആയിരിക്കണം എന്നാണ്. എപ്പോഴും ഏതിനും ദേഷ്യം കാണിച്ചാലോ അതും ഫെയിലുവറിന്, തോൽവിക്ക് ഇടയാക്കും, ജയിക്കാനാവില്ല. കോപിഷ്ഠനും അസംതൃപ്തനുമായ രാജാവിന് എപ്പോഴും എവിടെയും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കും. ശത്രുവിന് വിജയം വരിക്കാൻ എളുപ്പമാണ്. സംതൃപ്തിയില്ലാത്ത മന്നൻ തൻ്റെ പ്രീതിക്കായി മറ്റുള്ളവർക്ക് ദുഃഖം നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് പാത്രമാകും. അങ്ങനെ ആകുമ്പോൾ അതും പരാജയം ഉണ്ടാകാനുള്ള കാരണം. കോപശീലനും ബുദ്ധിമന്ദീഭവിച്ചവനുമായ രാജാവിനെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. അതിനാൽ രാജാവ് എങ്ങനെ വേണം? തൻ്റെ നിലയറിഞ്ഞ് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സർവനാശം ഫലം. കോപം അരുത്, അനാവശ്യമായ കോപം അരുത്. സൽബുദ്ധി മന്ദീഭവിച്ചാൽ രാജാവിന് നാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. പ്രജകൾക്ക് നന്മ ഉണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക. അറിവും മനോബലവും ശത്രുനാശത്തിന് അനിവാര്യമെന്നാണ് ഈ കുറൾ പഠിപ്പിക്കുന്നത്. അത്യാഗ്രഹം പാടില്ല. കിട്ടും വകയിൽ തൃപ്തിയഴാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ, കിട്ടിയത് കൊണ്ട് നാം സന്തോഷമായി ജീവിക്കുക. താങ്ക് യു സർ. താങ്ക് യു. കുറൾ 864. നീങ്കാൻ വെകുളി നിറയിലൽ എഞ്ഞാൻറ്റും വ്യാങ്കണം യാർക്കും എഴുതു. താങ്ക് യു. ഓവർ. കുരൾ 864. നീങ്കാൻ വെകുളി നിറയിലൻ എഞ്ഞാൻറ്റും യാങ്കണും യാർക്കും എഴുതു. Whenever, wherever, and to whomever, and always angry and discontented fellow is meek and weak. The restraint of wrath emphasizes that
A person unable to control their anger is easily defeated by anyone at anywhere. A person who is always boiling with rage and lacks composure is not in his senses. He can be easily defeated any day, any place by anybody. Whenever, wherever, and to whomever, an always angry and discontented fellow is meek and weak. Thank you. Over. അടുത്തത് 865 കുറൾ. വഴി നോക്കാൻ വായ്പന ചെയ്യാൻ വഴി നോക്കാൻ പൺപിലൻ പറ്റാർക്ക് ഇനിത്. ഇത് ഒരു വഴി നോക്കാൻ എന്ന് വെച്ചാല് നമുക്കിപ്പോ രാജാവിനായാലും ഇന്ന രീതിയിൽ രാജ്യം ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒത്തിരി തമിഴില് സംഘകൃതികളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് നമ്മുടെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് അവര് ഭരിക്കുമ്പോൾ അവരുടെ മുൻപ് ഭരിച്ചവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ആയിരിക്കും ഭരിക്കുന്നത്. അതുപോലെ അതിനെ പിന്തുടർന്ന് വരുന്നത്. എന്നാൽ വഴി നോക്കാൻ ഇത് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാതെ ഇതിന് മുന്നേയുള്ളവർ എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണെന്നോ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുത്തനാണ് ഈ വഴി നോക്കാൻ എന്ന് പറയുന്നത്. അതായത് മുന്നേ എങ്ങനെ വന്നു അതിനെക്കുറിച്ച് അറിയുന്നില്ല, ഇനി എങ്ങനെ പോണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇനി തന്നിഷ്ടപ്രകാരം നടക്കുന്നവൻ, എന്ത് നടന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ. അങ്ങനെയുള്ള ആള് വായ്പന ചെയ്യാൻ, ഇനി നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്ന രീതിയിൽ വേണം നമുക്ക് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നേർവഴി കൂടി സഞ്ചരിക്കണം, നേർവഴിയിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതിൽ ആരെയും കഷ്ടപ്പെടുത്തരുത്, ആരുടെ മനസ്സിനും ശാപമേറ്റു വാങ്ങരുത്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് അവർക്കറിയാതിന് മുമ്പേ ഏതോ ഒരു കൃതികളിൽ പറഞ്ഞത് അല്ലെങ്കിൽ ആരോ പറഞ്ഞു വെച്ചിട്ട് പോയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ അറിഞ്ഞിട്ടും അത് ചെയ്യാതെ, അത് പറയുന്ന രീതിയിലുള്ള പ്രവർത്തികളും ചെയ്യാതെ തന്നിഷ്ടപ്പടി നടക്കുന്നവൻ, അതാണ് വായ്പന ചെയ്യാൻ. വായ്പന എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്, അത് ചെയ്യാതിരിക്കുക. നമുക്കിപ്പോൾ അറിയാം ഇതൊക്കെ ചെയ്യണമെന്ന്, അത് ചെയ്യാതിരിക്കുക. പഴി നോക്കാൻ, ഇനി ഇതൊക്കെ ചെയ്തില്ലെങ്കിലും എന്തൊക്കെയാണ് വന്ന് ഭവിക്കുക എന്നുള്ളത് അറിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെയാണ് പഴി കിട്ടുന്നത്, ഇങ്ങനെയുള്ള ചീത്തപ്പേര് എനിക്ക് കിട്ടും, അതിനെക്കുറിച്ച് ഒരിക്കലും സങ്കടപ്പെടാത്തവൻ. സംഘം കൃതിയിൽ ഒരു രാജാവ് അധികം വരി വാങ്ങുന്നുണ്ട്, ടാക്സ്. അപ്പോ ഒരു പോയറ്റ്, കവി പറയാണ്, അന്നത്തെ കാലത്ത് സംഘം കൃതിയിൽ വരുന്ന ആ പോയറ്റിന് അല്ലെങ്കിൽ കവിക്ക് രാജാവിനെ ചെന്ന് ഇടിത്തുരയ്ക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നുണ്ട്. രാജാവ് തെറ്റ് ചെയ്താൽ ആ രാജാവിനോട് ചെന്ന് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അവർക്ക് അത്രയും അധികാരം രാജാവ് കൊടുത്തിരുന്നു. കാരണം പോയറ്റിനൊക്കെ അങ്ങനെ ആദരിച്ച ഒരു കാലമാണ് ഈ സംഘകാലം എന്ന് പറയുന്നത്. അതിലൊരു രാജാവ് പറയുകയാണ്, നീ അധികം ടാക്സ് വാങ്ങുന്നുണ്ട്, അപ്പൊ ഈ ടാക്സ് നീ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നിന്റെ രാജ്യം എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത്, ഒരു ആന കരിമ്പിൻ തോട്ടത്തിന്റെ അകത്ത് കയറി സ്വയമേ ചെന്ന് ആ കരിമ്പ് കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കുന്നതിനേക്കാളും അധികം നശിച്ചു പോകുന്നത് അതിന്റെ കാല് കൊണ്ട് ചവിട്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ കൊണ്ടുവന്ന് അതിന് കൊടുക്കുകയാണെങ്കിലോ, ആ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കരിമ്പിൻ തോട്ടം നശിക്കുകയില്ല, അതിനുള്ള ഭക്ഷണം കിട്ടുകയും ചെയ്യും. അതുപോലെ നിന്റെ രാജ്യം നശിച്ചു പോകും. നീ അധികം ടാക്സ് വാങ്ങുകയാണെങ്കിൽ നിന്റെ രാജ്യം നശിക്കാൻ ഇനി വേറൊന്നും വേണ്ട എന്ന് ഒരു കവി പറയാണ്. അത് കേട്ട ഉടൻ തന്നെ ആ രാജാവ് അതുപോലെ ചെയ്യാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ പറയുന്നത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പോലും ചെയ്യാതിരിക്കുന്നതും വളരെ തെറ്റാണ്. അപ്പൊ ചെയ്യാൻ
പഴി നോക്കാൻ, ഇതുകൊണ്ട് അധികം ടാക്സ് വാങ്ങിയവനാണ് എന്ന ഒരു പഴിച്ചൊൽ നിനക്ക് വരുമെന്നാണ് ആ കൃതിയിൽ ആ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ അവൻ മനസ്സ് മാറി അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി അധിക വരി വാങ്ങില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു നല്ല രാജാവിന്റെ സ്വഭാവം. ഇവിടെ അങ്ങനെ എനിക്ക് ഈ പഴി വരും, ഞാൻ ഇത് ചെയ്തല്ലോ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇനി വരുന്നവർ എന്നെ മോശമായി പറയുമല്ലോ എന്ന ഒരു ഭയം രാജാവിന് വേണം. ആ ആ പഴി എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ഭയം ഇല്ലാത്തവനും പൺബിലൻ എന്ന് പറഞ്ഞാൽ വരുന്നവരോട് സ്നേഹത്തോട് സംസാരിക്കുക, അല്ലെങ്കിൽ വരുന്നവരെ സ്വീകരിക്കുക. ഇതൊക്കെ ഒരു നല്ല പண்பாണ്. പண்ப് എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ നല്ല സ്വഭാവം. അതായത് വീണ്ടും ഞാൻ സംഘം കൃതിയിലേക്ക് പോവുകയാണ്. സംഘം കൃതിയിൽ ഔവ്വയാർ എന്ന ഒരു സ്ത്രീ കവി ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരു കവിയാണ്. അദ്ദേഹം ഒരു ദിവസം അതിയമാൻ എന്ന ഒരു രാജാവുമായിട്ടാണ് കൂടുതൽ ബന്ധം അവർക്ക്. ആ അതിയമാന് കിട്ടിയ ഒരു നെല്ലിക്കനി എന്ന് പറയും, അതിനെ ആർക്ക് കൊടുത്തു? ഔവ്വയ്ക്ക് കൊടുത്തു. കാരണം അതിയമാൻ പറയുകയാണ്, എന്നെക്കാളും കൂടുതൽ കാലം ജീവിച്ചിരിക്കേണ്ടത് ഔവ്വയാണ്. കാരണം അദ്ദേഹം ഈ എന്താണ് ഇലക്കിയ ഉലക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഭാഷാ സ്നേഹവും അദ്ദേഹത്തിന്റെ കൃതികളും വീണ്ടും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്, അദ്ദേഹമാണ് ജീവിച്ചിരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഔവ്വയ്ക്ക് ആ കനി കൊടുത്തു. അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? ആ ഔവ്വയെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുപോലെ ഇനി ഔവ്വയും അതിയമാന്റെയൊക്കെ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ആ ഒരു രാജാവ് ടാക്സ് അധികം വാങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കവി പറയുന്നതുകൊണ്ട് വാങ്ങുന്നില്ല. അതുപോലെ ഒരു കവിക്ക് വേണ്ടി ഞാനല്ല ജീവിക്കേണ്ടത് എന്ന് പറയും. ഇങ്ങനെ ഒരു നല്ല ഒരു സൗഹൃദം നിലനിർത്തുന്നവനാവണം ഒരു രാജാവ്. എന്നാൽ ഇത് പൺബിലൻ, ആരോടും ഒരു ബഹുമാനത്തോട് സംസാരിക്കുക, ബഹുമാനത്തോട് ഇടപഴകുക, ഇങ്ങനെയുള്ള ഒരു സ്വഭാവമില്ലാതെ പറ്റാർക്ക് ഇനിത് അങ്ങനെയുള്ള ആളാണെങ്കിൽ ഈ ശത്രുക്കൾക്ക് വളരെ ഈസിയായി ജയിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് അവരെ ജയിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ എന്തൊക്കെയാണ്? ഒരു ന്യായധർമ്മം നോക്കി നടക്കുന്ന ആളല്ല, അതിനെ പ്രവർത്തിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ നമുക്ക് ഈ ചിത്തപ്പേര് കിട്ടുമോ എന്ന് ഭയക്കുന്ന ആളല്ല. ഇങ്ങനെയുള്ള നല്ല സ്വഭാവമില്ല, ആരോടും ഭവ്യതയോട് നടക്കുന്ന സ്വഭാവമില്ല, ആരെയും സ്നേഹിക്കുന്ന ആളുമല്ല. ഇങ്ങനെയുള്ള ആളാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിനെ വളരെ വേഗം ശത്രുക്കൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഖുറനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഖുറാനിൽ 865 വഴി നോക്കാൻ വായ്പന ചെയ്യാൻ പഴി നോക്കാൻ പൺബിലൻ പറ്റാർക്ക് ഇനിത്. ഇവിടെ ഒരു പ്രാസം വരുന്നുണ്ട്. വഴി നോക്കാൻ ആദ്യത്തെ വാക്കും അവസാനത്തെ ആ വരിയിൽ തന്നെ അവസാനത്തെ വാക്ക് പഴി നോക്കാൻ. ഇതൊക്കെ പ്രാസത്തില് വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. വഴി നോക്കാൻ, പഴി നോക്കാൻ. ഇനി മലയാളത്തിൽ വരുമ്പോ രമേശ് നായർ പറയുന്നുണ്ട്, മുറ നോക്കിയിടാതെ വിധി ചെയ്യാതെ പഴി കേൾക്കും അധമ ഗുണനെ എതിർക്ക് എളിയോൻ. അതായത് ഇനി കുറളിയുടെ വരാം. വഴി നോക്കാൻ, നീതി ഗ്രന്ഥങ്ങൾ പഠിച്ച് സ്വാംശീകരിച്ച് അതിന്റെ ധർമ്മം കണ്ടറിഞ്ഞ് ജീവിക്കുന്നില്ല എങ്കിൽ, അതുപോലെ രണ്ടാമത്തെ വാക്ക് വായ്പന ചെയ്യാൻ, വിഹിതങ്ങളായ കാര്യങ്ങളെ ചെയ്യുന്നില്ല എങ്കിൽ, ആദ്യത്തിലെ അവസാനത്തെ വാക്ക് പഴി നോക്കാൻ, തനിക്ക് കേൾക്കേണ്ടി വരുന്ന പഴികളെ സാരമാക്കുന്നില്ല എങ്കിൽ, രണ്ടാമത്തെ ഒരു ആദ്യത്തെ വാക്ക് പൺബിലൻ മാത്രമല്ല സംസ്കാര ശൂന്യനുമാണ് എങ്കിൽ അവൻ പകയ്ക്ക്, ശത്രുക്കൾക്ക് ഇനിത് മധുരമായ ഇരയാകുന്നു. അതായത് നീതിശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് അജ്ഞനും വിദ്യാവണ്ണം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉദാസീനനും വരും വരായ്മകളെ കുറിച്ച് ചിന്തിക്കാതെ ഹീനകൃത്യങ്ങളിൽ വ്യാപരിച്ച് ദുഷ്പേര് സമ്പാദിക്കുന്നതിൽ തൽപരനും അധമ ഗുണങ്ങളുടെ വിളനിലവും സംസ്കാരശൂന്യനും ആയ ഒരുവൻ ശത്രുക്കൾക്ക് പ്രിയങ്കരനാവുന്നു. കാരണം
അനായാസമായി അവനെ കീഴടക്കാൻ കഴിയും എന്നത് തന്നെ. മുറം നോക്കിയിടാതെ, വിധി ചെയ്യാതെ, പഴി കേൾക്കും അധമ ഗുണനെ എതിരികൾക്ക് എളിയോൻ. ഓവർ. കുറൽ 865. വഴി നോക്കാൻ വായ്പന ചെയ്യുവാൻ, പഴി നോക്കാൻ പൺപിലൻ പറ്റാർക്കിനിതു. Who is immoral, not utilizing opportunity, not afraid of errors, and having no good qualities, is very silly one for enemies. A person who does not look for the right path, who does not do what is appropriate, who does not fear for his reputation, and who has no good qualities, is easy prey for his enemies. This Quran emphasizes that lack of discipline, moral fear, and goodness makes one defenseless, making it easy for enemies to destroy them. Who is immoral, not utilizing opportunity, not afraid of errors, and having no good qualities, is very silly one for enemies. Thank you, sir. Over. അടുത്ത കുറൾ 866. കാണാച്ചിനത്താൻ കഴി പെരും കാമത്താൻ പേണാമൈ പേണപ്പെടും. ഇത് ചിനം എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. കാണാച്ചിനത്താൻ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യ സ്വഭാവമുള്ള ഒരാൾ കാരണം അവർ മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത്. അവരുടെ കുടുംബത്താരും കൂടെയുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ എല്ലാവരും തന്നെ ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ദേഷ്യമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ അത് ഒരു രാജാവാണെങ്കിലോ തീർച്ചയായും ആ സ്വഭാവമുള്ള ആളാണെങ്കിൽ ആ രാജ്യം തന്നെ നശിച്ചു പോകാൻ കാരണമാവും. അതാണ് കാണാച്ചിനത്താൻ. അപ്പോൾ ഈ ദേഷ്യം കൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകൾ വരും എന്നുള്ളതിനെ അറിയാത്ത ദേഷ്യക്കാരൻ, അതാണ് കാണാച്ചിനത്താൻ. തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് കാരണം ദോഷമുണ്ടാകും എന്ന് ചിന്തിക്കാതെ ദേഷ്യപ്പെടുന്നവൻ, ആ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് ഒരു അറിവില്ലാതെ ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ആളാണെങ്കിലും കഴി പേരും കാമത്താൻ, അതുപോലെ തന്നെയാണ് കാമം. കഴിവരും കാമം എന്ന് പറയുന്നത് എന്താണ്, അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ കൂടുതൽ കാമ ഫീലിങ്സ് ഉണ്ടാവുന്നത്. അത് കാരണം പല പല ദോഷങ്ങൾ ഉണ്ടാക്കും. നമ്മൾക്കറിയാം, പല രാജാക്കന്മാരും പണ്ട് തമിഴിൽ പറയാറുണ്ട് മത് മാത്. ഇത് രണ്ടിലുമാണ് പലരുടെയും രാജ്യം നശിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ആ രാജാവിന് മാത്രമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഈ മത് മാത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർന്നു, അവരുടെ ജീവിതം കട്ടപ്പുകയാണ്. അപ്പൊ അതുപോലെയാണ് ഈ കാണാച്ചിനത്താനും, അതായത് ദേഷ്യത്തിനെ എങ്ങനെ നിയന്ത്രിക്കണം, എവിടെ കാണിക്കണം എന്നുള്ള ഒരു അറിവില്ലാത്തവൻ. കഴിവരും കാമത്താൻ, അതുപോലെ തന്നെ കാമവും അടക്കി വയ്ക്കാൻ അറിയാത്തവനും ആണെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പേണാമൈ പേണപ്പെടും. അതായത് അവരെ ശത്രുക്കൾ തേടി വരും. അവർക്ക് ഇവരുമായി ശത്രുത ഉണ്ടാക്കുന്നതിൽ അവർക്ക് സന്തോഷമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരാൾ ആവശ്യമില്ല എന്നാണ് ശത്രുക്കൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ഈ ശത്രുക്കൾ ഇവരെ തോൽപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 866. കാണാച്ചിനത്താൻ കഴിപ്പേരും കാമത്താൻ പേണാമൈ പേണപ്പെടും. കോപത്താൽ അന്ധനും കാമത്താൽ പ്രാന്തനും ആയോന്റെ ശത്രുത കാമ്യം.
അതായത് നെഗറ്റീവ് ആയിട്ടാണ് കവി ഇവിടെ പറയുന്നത്. അത് ഒരു അയാള് ദേഷ്യം കൊണ്ട് അന്ധൻ, കണ്ണു മറിഞ്ഞു പോകുന്ന പറയത്തില്ലേ, അവന്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ അന്ധനായി പോകുന്നു എന്നുള്ളത് പറയുന്ന ആ രീതിയിൽ തന്നെയാണ് ഇവിടെ കവി ഇത് പറയുന്നുണ്ട്. അതുപോലെ കാമപ്രാന്ത് എന്നുള്ളൊരു വാക്കും മലയാളത്തിലുള്ളതാണ്. അങ്ങനെ കാമത്താൽ ഭ്രാന്ത് പിടിച്ചതിനെ പോലെ എന്ത് ചെയ്യണം, എവിടെ എങ്ങനെ പെരുമാറണം അറിയാതിരിക്കുന്ന ഒരവസ്ഥ. ആ രണ്ട് അവസ്ഥയും ഉള്ള ഒരാളുടെയാണ് ഈ രണ്ട് സ്വഭാവം ചേർന്നിട്ടുള്ള ഒരാളുടെ അയാളുടെ അയാളുടെ ശത്രുത പുലർത്തുന്നതാണ് നല്ലതെന്നാണ് കവി പറയുന്നത്. കാണാ ചിനത്താൻ, ഇനി അർത്ഥത്തിൽ കിടക്കാം. തന്നെയും അന്യരെയും തെറ്റും ശരിയും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ കോപം കൊണ്ട് അന്ധനായവനും. രണ്ടാമത്തെ വാക്ക് കൈപ്പെരും കാമത്താൻ, അനിയന്ത്രിതമായ കാമത്തെ കൊണ്ട് സമനില വിട്ട ഭ്രാന്തനും ആയ ഒരുവന്റെ പേണാമൈ, ശത്രുത പേണപ്പെടും, കൊണ്ടാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ കണക്കാക്കണം. ആ ശത്രുത നല്ലതാണ്, അതുകൊണ്ട് നന്മയോ ഉണ്ടാവത്തുള്ളൂ എന്നാണ് കവി ഇവിടെ പറയുന്നത്. തന്നെയും മറ്റുള്ളവരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നന്മയും തിന്മയും തെറ്റും ശരിയും വേർതിരിച്ച് കാണാൻ ആവാത്ത തരത്തിൽ സദാ കോപം കൊണ്ട് അന്ധനായിട്ടുള്ളവനും അടങ്ങാത്ത കാമത്താൽ എപ്പോഴും അസ്വസ്ഥനുമായ രാജാവിനോട് ശത്രുത പുലർത്തുന്നത് വളരെ അഭികാമ്യമായ കാര്യം തന്നെ. കാരണം വളരെ പെട്ടെന്ന് സ്വയം നശിക്കുവാനുള്ള രണ്ട് ആയുധങ്ങൾ, കോപവും കാമവും ആ ആളിൽ തന്നെയുണ്ട്. അതിനാൽ അത്തരത്തിലുള്ള ഒരാളെ കീഴ്പ്പെടുത്തുവാൻ ശത്രുക്കൾക്ക് മറ്റു തരത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. കോപത്താൽ അന്ധനും കാമത്താൽ ഭ്രാന്തനും ആയവന്റെ ശത്രുത കാമ്യം. ഓവർ. Qural 866. Outrageous who doesn't see truth, and one blind by boundless lust will gather enemies soul. Qural 867. குறள் 867. கொடுத்தும் கொளல் வேண்டும் மன்ற அடுத்து இருந்து மாணாத செய்வான் പകை. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ചെവിയടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരാളായിരിക്കും നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുമായുള്ള ബന്ധം നമ്മൾ വിടുന്നതാണ് നല്ലത്. അപ്പൊ അതിന് പറയുന്ന കുറളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രാജാവായാലും ശരി തന്നെ, അല്ലാതെ സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും കൊടുത്തും കൊളൽ വേണ്ടും. അത് എങ്ങനെയാണ്? അടുത്ത് ഇരുന്ന് മാണാതെ ചെയ്വാൻ പകൈ. നമ്മുടെ അരികിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരുത്തന്റെ ശത്രുതയെ കൊടുത്തും കൊള്ളൽ വേണ്ടും. എന്തെങ്കിലും കൊടുത്തെങ്കിലും, അതായത് നമുക്ക് എന്ത് നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ പകയാണ്, ശത്രുതയാണ് നമ്മൾ വാങ്ങേണ്ടത്, അവന്റെ ഫ്രണ്ട്ഷിപ്പ് അല്ല. കാരണം അവന്റെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആവശ്യമില്ല. അവനെ നമ്മൾ ശത്രുവാക്കിക്കൊള്ളണം. കാരണം അവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് കുഴിയെടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആൾ നമുക്ക് ആവശ്യമില്ല. കാരണം എപ്പോഴും നമുക്കത് തൊല്ലയായി മാറും. അതുകൊണ്ടാണ് അടുത്ത് ഇരുന്ന് മാണാതെ ചെയ്വാൻ പകை. അടുത്ത് തന്നെ, നമ്മുടെ അരികിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ദോഷം ചെയ്യുന്ന ഒരാളുടെ ശത്രുതയെ കൊടുത്തും കൊളൽ വേണ്ടും. എന്ത് നഷ്ടപ്പെട്ടാലും, നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് കാരണം അവരുടെ ശത്രുത നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. കുഴപ്പമില്ല, എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അദ്ദേഹത്തിനെ നമ്മൾ ശത്രുവാക്കിക്കൊള്ളണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യമായാലും രക്ഷപ്പെടും. നമ്മുടെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം നന്നാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളിനെ അടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും നല്ലതല്ല. ഇവരുടെ ശത്രുതയാണ് നമുക്ക് ആവശ്യം. അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ആവശ്യം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 867. കൊടുത്തും കൊളൽ வேண்டும் மன்ற அடுத்திருந்து மாணாத செய்வான் பகை.
നൽകിയും നേടാവൂ നിശ്ചയം ഒന്നിന്മേൽ മറ്റൊന്ന് ചെയ്യുവോന്റെ ക്രോധം. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് അടുത്തിരുന്ന് ഒരു കാര്യം തുടങ്ങി വച്ചിട്ട്. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് മാണാതെ അതിന് വിപരീതമായവയെ. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ചെയ്യുന്നവനായ ഒരുവന്റെ. രണ്ടാമത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് പഹൈ ശത്രുത. ഇനി ആദ്യത്തെ വരിയിലേക്ക് വരികയാണ്. ആദ്യത്തെ വാക്ക് കൊടുത്തും എന്ത് വില കൊടുത്തും. എന്നിട്ട് ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് മன்ற തീർച്ചയായും. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് കൊള്ളൽ വേണ്ടും കൈക്കൊള്ളേണ്ടതാണ്. ഒരു കാര്യം തുടങ്ങി വച്ചിട്ട് അതിന് വിപരീതമായ ചെയ്യുന്നവനായ ഒരുവന്റെ ശത്രുത എന്ത് വില കൊടുത്തും തീർച്ചയായും കൈക്കൊള്ളേണ്ടതാണ്. കാരണം ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി വയ്ക്കുകയും അത് അവിടെ നിർത്തി മറ്റൊന്ന് ചെയ്യുകയും ഒരിക്കലും പൂർത്തിയാകപ്പെടാത്ത വിപുല യത്നങ്ങളിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുന്ന അവിവേകിയും പദ്ധതികൾ ഇല്ലാത്തതുമായ നിർവൻ നിലം പറ്റാൻ ഒട്ടും താമസമില്ല. അത്തരക്കാരുടെ ശത്രുത എന്ത് വില കൊടുത്തിട്ടായാലും ശരി സമ്പാദിക്കുന്നത് ബുദ്ധിയാണ്. കാരണം അവരെ തോൽപ്പിക്കാൻ അങ്ങോട്ടും മറ്റ് പരിശ്രമമൊന്നും വേണ്ടി വരുന്നില്ല. നൽകിയും നേടാവൂ നിശ്ചയം ഒന്നിന്മേൽ മറ്റൊന്ന് ചെയ്യുവോന്റെ ക്രോധം. ഓവർ. Qural 867. At any cost, the enmity of one who sit alone and acts against should be earned. Qural 868. കുറൾ 868. ഗുണനിലനായി കുറ്റം പലവായി മാറ്റാർക്ക് ഇനനിലനാം ഏമാപ്പുടൈത്ത്. അതായത് ഗുണനിലനായി നല്ല ഗുണം ഒന്നും തന്നെ ഇല്ലാത്തവൻ. അതായത് എപ്പോഴും ദേഷ്യം, മറ്റുള്ളവർക്ക് സഹായിക്കുന്ന മനസ്സില്ലാത്തവൻ, എപ്പോഴും നെഗറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആള്, ഇങ്ങനെയുള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള ആളുടെ അടുത്ത് എപ്പോഴും ആരും ഒരു ഹെൽപ്പിനോ എന്താവശ്യത്തിനും കൂട്ടിന് വരില്ല. കാരണം അദ്ദേഹം ഏതൊരു കാര്യത്തിനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് എന്നറിഞ്ഞിട്ട് പോലും ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ ദോഷ സ്വഭാവങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ അടുത്ത് ആരും തന്നെ കൂട്ടുകൂടത്തില്ല. അതുകൊണ്ട് ഗുണമിലനായി കുറ്റം പലവായി ഇനമിലനാം, അതായത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഗുണമില്ല, മറ്റുള്ളവർക്ക് നന്മയും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആൾക്ക് വേറെ ആരും ഒരുപാട് കുറ്റങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തുണയിലനാം, അദ്ദേഹത്തിന് പലവായ വഴി അവൻ തുണയിലനാം. അത് മാറ്റാർക്ക് ഏമാപ്പുടൈത്ത്. അങ്ങനെയുള്ള ആളാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും വരികയില്ല. ഇങ്ങനെയുള്ള ആള് ശത്രുക്കൾക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റും. കാരണം അവർക്ക് വളരെ ഈസിയായി തന്നെ ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആള് ആണെങ്കിൽ ആ സ്വഭാവം കളയുന്നതാണ് നല്ലത്. ഒരു രാജാവാണെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കുക, നല്ല സ്വഭാവത്തോട് മറ്റുള്ളവരോട് ഇടപഴകുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ടിന് ആൾക്കാർ കാണും. അല്ലാതെ ഇങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ ഒരിക്കലും ആരും സപ്പോർട്ടിന് വരില്ല എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 868. ഗുണനിലനായി കുറ്റം പലവായൻ മാറ്റാർക്കിനനിലനാം ഏമാപ്പുടൈത്തു. ഗുണശൂന്യൻ ദോഷങ്ങളാർന്നവൻ അന്യർക്കുഹിതമേ അറ്റോൻ മറ്റാർക്കു തുണയാം. ഗുണഹീനൻ ദോഷത്താൽ ദൂഷിതൻ ഒന്നാകിൽ ആരുമേന്തി വൈരിക്കെളിയനം. എന്നുവെച്ചാല് ഒരു ഗുണവും ഇല്ലാത്തവൻ എപ്പോഴും നെഗറ്റീവ് പറയും. ഏത് നല്ല കാര്യത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. എത്ര നല്ലതാ, എല്ലാം ശരിയായിട്ട് ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അതിലുള്ള കുറവ് മാത്രം കണ്ടുപിടിക്കും. നന്മ കാണില്ല, തിന്മ മാത്രം കൊടുക്കും.
അങ്ങനെയുള്ള ആൾ കുറ്റം മാത്രം അവർക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ആൾക്കാരല്ല, ദോഷവാനാണ്. ദോഷം അവരെ കൊണ്ട് ജനത്തിനും ബന്ധുക്കൾക്കും ശത്രു രാജാവിനാണെങ്കിൽ ശത്രുവിനും ദോഷം. അതുകൊണ്ട് ശത്രുക്കൾക്ക് ഇങ്ങനെയുള്ളവരെ നിസാരമായിട്ടാണ് അവർ കാണുന്നത്. അവരെ തോൽപ്പിക്കാൻ എളുപ്പം. തന്റെ പ്രജകളും തനിക്കെതിരായിരിക്കും എന്നർത്ഥം. രാജാവിനെ കൊണ്ട് ആർക്കും ഒരു ഫലവുമില്ല. അങ്ങനെ ഫലമില്ലാത്ത രാജാവിനെ ആരും ഇഷ്ടപ്പെട്ടില്ല. ദോഷപ്രവർത്തികളാൽ പ്രജകളുടെ പഴി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക, അയാളുടെ ദോഷപ്രവർത്തികൾ കൊണ്ട്. ഈ രാജാവിനെ ശത്രുക്കൾക്കാണെങ്കിലും നിസാരമായി എതിരിട്ട് വിജയിക്കാനാവും. പ്രജകൾ എന്ന് വെച്ചാൽ അയാൾക്ക് സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, അതാണ് കാര്യം. ഇങ്ങനെയുള്ള നെഗറ്റീവുകാരെ സഹായിക്കാനും കൂടുതൽ ഇടപഴകാനും മറ്റുള്ളവർ മടിക്കും. പ്രജകൾ എതിരാവുമ്പോൾ സൈന്യം ദുർബലമാകും. അങ്ങനെ രാജാവ് ഒറ്റപ്പെടും. പിന്നെ ദൈവത്യാഗം ചെയ്യുന്നതിന് തുല്യമാണ്. ആ രാജാവ് ഒറ്റപ്പെടുമ്പോൾ പിന്നെ രാജാവിന് എന്ത് സ്ഥാനമാണ് രാജ്യത്തുള്ളത്? അതുകൊണ്ട് രാജാവ് എപ്പോഴും നന്മകൾ ചെയ്യുക. നന്മ ചെയ്യുന്നതിന് എപ്പോഴും നെഗറ്റീവ് കാണാതെ പോസിറ്റീവ് കാണുക, മറ്റുള്ളവരുടെ നന്മ കാണുക, പോസിറ്റീവ് കാണുക. അങ്ങനെ ആയാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും രാജാവിന്. രാജ്യത്തിൽ ശത്രുവിനെ അങ്ങനെ അതുപോലെ നെഗറ്റീവ് ആയാൽ മറ്റാർക്കും ഒരു ഗുണവുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒറ്റപ്പെടുകയും പരാജയമടയുകയും ചെയ്യാൻ ഇടയുണ്ട്. ഖുറൽ 868. ഗുണനിലനായി കുറ്റം ബലവായി മറ്റാർക്കിന നിലയാണ് ഇലനാം ഏമാപ്പു ഉടൈത്തു. താങ്ക് യു. ഓവർ. താങ്ക് യു. Qurals 868. Having no good traits and having many faults, you won't have friends, will be beneficial to enemies. Qural 869. ഖുറൽ 869. ചെറുവാർക്ക് ചേൺ ഇഹവാ ഇൻപം അറിവിയില അഞ്ചും പകൈവർ പെറിൻ. ഇത് അറിവിയില അഞ്ചും പകൈവർ പെറിൻ, അതായത് എന്താണോ നീതി, എന്താണോ ന്യായം, അത് അറിയാതെ ഭരണം നടത്തുന്ന ഒരാള് പറഞ്ഞു കൊടുത്താലും അത് കേൾക്കുന്നില്ല, മാത്രമല്ല ഇതിനെ ഭയക്കുന്ന ആളുമല്ല. ഈ നീതി അല്ലെങ്കിൽ ന്യായം ഇത് ഇല്ലാതെ നമ്മൾ തെറ്റ് ചെയ്യുകയാണ്, ഇതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരുണ്ടാവാം എന്നുള്ളതിനെ കുറിച്ച് ഭയക്കാത്ത ഒരാളാണെങ്കിൽ, പിന്നെ ഇതൊന്നുമില്ലാതെ ഒരാള് അങ്ങനെയുള്ള ആളാണ് നമുക്ക് ശത്രുവെങ്കിൽ, ചെറുവാർക്ക് ചേണിൻപം മികവ, അതായത് ഒരു ബുദ്ധിയുമില്ലാത്ത ഒരുത്തനാണെങ്കിൽ, ഭയം എന്നുള്ള സാധനം അവന് എന്തിനാണോ ഭയപ്പെടേണ്ടത് അത് ഭയപ്പെടാത്ത ആളുമാണെങ്കിൽ എതിരാളിക്ക് വളരെ സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഈ ശത്രുവിനെ വിജയിക്കാൻ കഴിയും. അതാണ് അഞ്ചും പകൈവർ പെറിൻ. അറിവുമില്ല, എന്താണോ പ്രവർത്തിക്കേണ്ടത് അതും അറിയില്ല, നീതി ന്യായം എന്താണെന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ശത്രുവാണ് ഒരാൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പം ജയിക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഒരു ഭീരു അല്ലെങ്കിൽ ഒരു ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നുള്ളത് ആണ് സത്യം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഖുറലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറേ അഡ്മിറ്റ് ചെയ്യും. ഖുറൽ 889. ചെറുവാർക്ക് ചേണി ഇകവാ ഇൻപം അറിവില അഞ്ചും പകൈവർ പെറിൻ. വിജയങ്ങൾക്കാഘാതമേറെയാ മൂഢമതി
ഭീരു ശത്രുവായി വന്നാൽ. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് ആദ്യം എടുക്കുന്നത്. അറിവില, നീതിബോധത്തെക്കുറിച്ച് അജ്ഞനായ. രണ്ടാമത്തെ വരിയിലെ ആദ്യ വാക്ക് അഞ്ചും, ശത്രുക്കളെ. ആ രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പെറിൻ, അതായത് നീതിബോധത്തെക്കുറിച്ച് അജ്ഞനായ ശത്രുക്കളെ കിട്ടുകയാണെങ്കിൽ. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ചെറുവാർക്ക്, അവരെ ജയിച്ച് കീഴടക്കുന്നവർക്ക് എന്താ കിട്ടുന്ന ഫലം? ചേൻ, അദ്വിതീയമായ ഇമ്പം, വിജയാഹ്ലാദം. ഇകവ, അവരെ വിട്ടുമാറുകയില്ല. എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും അവർക്ക് വിജയം വന്നുകൊണ്ടിരിക്കും. അതിന്റെ ആഹ്ലാദം അവരെ വിട്ടു മാറുകയും ഇല്ല. എപ്പോഴും മറ്റ് ആ ശത്രുക്കളെ വിജയിച്ച് മുന്നേറുവാൻ ഒരിക്കലും ഇവർക്ക് ബുദ്ധിമുട്ടില്ല. അതിന്റെ ആഹ്ലാദവും അവരെ വിട്ടു മാറുകയില്ല. തികഞ്ഞ മൂഢമതികളും അത്യന്തം ഭീരുക്കളുമായ ശത്രുക്കളെ അനായാസമായി തോൽപ്പിച്ച് കീഴടക്കുന്നവർക്ക് അദ്വിതീയമായ വിജയ ആഹ്ലാദത്തിന്റെ ലഹരി വിട്ടുമാറുന്നില്ല. ചെറുവാർക്ക് ചേനി, ഇകവ ഇன்பം, അറിവില അഞ്ചും, പകയവർ പെറിൻ. വിജയങ്ങൾക്ക് ആഹ്ലാദമേറെയാ, അതിമൂഢമതി ഭീരു ശത്രുവായി വന്നാൽ. ഓവർ. Qural 869. If coward and ignorant enemies exist, those attacking them can enjoy constant pleasures. Qural 870. 870 കുറളാണ്. ഈ അധികാരത്തിന്റെ ഏറ്റവും അവസാനത്തെ കുറളാണ്. കല്ലാൻ ബെഹളും ചിറുപൊരുൾ എഞ്ഞാൻറ്റും ഒല്ലാനെ ഒല്ലാതു ഒളി. ഇത്രയും ഈ 9 കുറളിലും ഒരാളെ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ ജയിക്കാൻ വളരെ എളുപ്പമാണ് എന്നും പറഞ്ഞു. അപ്പൊ ഈ സ്വഭാവങ്ങളൊക്കെ നല്ലതാണോ? ഇല്ല, ഈ സ്വഭാവം ഒന്നും നല്ലതല്ല. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളവരുടെ അടുത്ത് പ്രശസ്തി എന്ന് പറയുന്നത് അടുക്കുക പോലുമില്ല. അദ്ദേഹത്തിന് ഒരു പ്രശസ്തിയും കിട്ടില്ല. അപ്പൊ അതിനേക്കാളും അപകീർത്തിയായിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. കല്ലാൻ ബിഹുളും, അതായത് എന്താണോ പഠിക്കേണ്ടത് അത് ഈ ഭരണം മാത്രമല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പുസ്തകങ്ങളുണ്ട്. നമ്മളിപ്പോ പറയാറുണ്ട്, ഞങ്ങളിപ്പോ ക്ലാസ്സിലാണെങ്കിൽ ഇന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കണം എന്ന് പറയും. ഇപ്പൊ തിരുക്കുറൾ വായിച്ചില്ലെങ്കിൽ, ശരിക്കും ഒരു തമിഴനായിരുന്നിട്ട് തിരുക്കുറൾ ഒരെണ്ണം പോലും പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അത് തമിഴനെന്ന് പറയുന്നതിൽ യാതൊരു അർഹതയുമില്ല. കാരണം അത്രയ്ക്ക് ഒരു ലോകം തന്നെ, തമിഴിൽ പറയുകയാണെങ്കിൽ ഉലകം മറൈ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കുറളിനെ അറിയാത്ത ആളാണെങ്കിൽ പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അങ്ങനെ ഒന്നും പഠിക്കാത്ത ഒരാളും ബഹളും എന്ന് പറയുന്നത് ദേഷ്യമാണ്. അപ്പോ എവിടെയാണോ ദേഷ്യപ്പെടേണ്ടത് അവിടെ ദേഷ്യപ്പെടാതിരിക്കുകയും, ദേഷ്യപ്പെടേണ്ടയിടത്ത് ദേഷ്യപ്പെടാതിരിക്കുകയും, ദേഷ്യപ്പെടാത്ത സ്ഥലത്ത് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിറുപൊരുൾ, പിന്നെ സ്വയമായി അധ്വാനിച്ച് കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാശുണ്ടാക്കുക, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക, ഇതുപോലും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒല്ലാനെ ഒല്ലാതെ ഒളി. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരിക്കലും ഏത് വന്നു ചേരില്ല? പ്രശസ്തി അല്ലെങ്കിൽ കീർത്തി എന്നുള്ളത് വന്ന് പെടുകയില്ല. അത് അവർക്ക് ആവശ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ അത് ആ പ്രശസ്തിക്ക് തന്നെ അതൊരു മോശമായ ഒരു ഇതാകും. കല്ലാൻ ബഹളും, ഒന്നും അറിയാത്തവൻ, പഠിക്കാത്തവൻ, കോപമുള്ളവൻ, ദേഷ്യമുള്ളവൻ, ചിറുപൊരുൾ എഞ്ഞാൻറ്റും, ചെറിയ ഒരു അംശം പോലും സ്വയമേ സമ്പാദിച്ചു കൊണ്ടുവരാത്തവനും ആയ ഒരുത്തൻ്റെ അടുത്ത് ഒല്ലാനെ ഒല്ലാതെ ഒളി. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് കീർത്തി എന്നുള്ളത് ഒരിക്കലും അടുക്കുകയില്ല
എന്നതാണ് അവസാനമായ ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കുറൾ എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഇതിനു മുന്നേ പറഞ്ഞിരുന്ന എല്ലാ കുറളിന്റെയും ശക്തി ചേർക്കാൻ വേണ്ടിയാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒരു രാജാവായാലും ഒരു സാധാരണ വ്യക്തി ആയാൽ പോലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും തന്നെ നിങ്ങളെ നല്ല നേർവഴിക്ക് കൊണ്ടു ചെല്ലില്ല. മാത്രമല്ല ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കുറൽ 870. കല്ലാൻ വെകുളും ചെറുപൊരുൾ എഞ്ഞാൻറ്റും ഒല്ലാനെ ഒല്ലാത് ഒളി. മൂഢനെ തോൽപ്പിച്ചിട്ടർത്ഥങ്ങൾ നേടായിൽ കൂടില്ല കീർത്തിയെന്നാളും. വിദ്യാഭ്യാസമില്ലാത്തവരെ ജയിക്കുക എന്ന നിസാര കാര്യം പോലും ചെയ്യാൻ കഴിയാത്തവർക്ക് പ്രശസ്തി ലഭിക്കില്ല. അജ്ഞനായുള്ള മാറ്റാനോടെതിർക്കാൻ കഴിയാത്തവൻ വിശ്രുതനായി ഭവിക്കില്ല ജീവിതത്തിൽ ഒരിക്കലും. ഉപസംഹാരം. മേൽപ്പറഞ്ഞ തരക്കാർ അത്തരം ആളുകളിൽ കേൾക്കാത്തതും കാണാത്തതുമായ കോപ സ്വഭാവമുണ്ട്. അതിശയകരമാം വിധം കാമഭ്രാന്തരുമാണിവർ. സ്വന്തം ശ്രമങ്ങളെ നശിപ്പിക്കുന്നതിൽ അവൻ സമർത്ഥനാണ്. നല്ല ഗുണങ്ങൾ ഇല്ലാത്തവൻ, കുറവുകൾ നിറഞ്ഞവൻ, സഖ്യകക്ഷികൾ ഇല്ലാത്തവൻ, ഈ രീതിയിലൊക്കെ ഉള്ള ഈ ആളിന് ശത്രുക്കൾക്ക് ഏറ്റവും നല്ല ഇരയാണ്. ശത്രുക്കളെ സമ്പാദിക്കുന്ന വിഡ്ഢികളും ഭയങ്കരരുമായ അക്രമികൾക്ക് ഒരിക്കലും ആനന്ദകരമായ സന്തോഷം ലഭിക്കുന്നില്ല. അജ്ഞനും പ്രകോപിതനും നിസാരമായി സമ്പാദിക്കാൻ ആഗ്രഹിക്കാത്തവനും പ്രശസ്തി ഒരിക്കലും ലഭിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുറലിന്റെ സാരാംശം ഈ 10 കുറലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി. പ്രശസ്തി കീർത്തിമാനായി തീരണമെന്നുണ്ടെങ്കിൽ അവന് അസറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവന് ബോധമുണ്ടാകണം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ അവന്റെ ശത്രു ആരെന്നറിഞ്ഞ് പെരുമാറാൻ സാധിക്കണം. എല്ലാ കാലത്തും 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രബോധിപ്പിച്ചു. ഇന്നും ആ പ്രബോധനം വളരെ പ്രസക്തമാണ്. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വ്യക്തികളിലും രാഷ്ട്രീയത്തിലും രാഷ്ട്രങ്ങളിലും ഒക്കെ ഇത് കാണാൻ സാധിക്കും. നമുക്ക് ഉൾക്കൊള്ളാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ശാന്തി മാം, മോഹൻ സാർ, സാബു സാർ, ഓമന ടീച്ചർ, ശ്രീകുമാരി മാം, ജോർജ് സാർ, അങ്ങനെ ഇതിൽ പങ്കുചേർന്ന മുഴുവൻ പേരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Who cannot even manage the trivial thing of winning the uneducated will not get fame. Tirukural 870 asserts that individuals unable to overcome even modest, uneducated rivals fail to secure lasting honor. In the Bible, the story of David and Goliath
illustrates this principle when a young, seemingly inexperienced shepherd defeats a mighty yet intellectually arrogant warrior. Goliath relied solely on physical stature, while David applied strategic focus to a situation others deemed insurmountable. By triumphing over this perceived threat, David gained immense fame and established his path to leadership. The lesson is that failing to address minor challenges signifies a lack of capacity that prevents greatness. True prestige is reserved for those who demonstrate mastery by effectively neutralizing any opposition they face. Who cannot even manage the trivial thing of winning the uneducated will not get fame. The greatness of the enemy. Chapter teaches that victory relies on discerning an opponent's true strength rather than acting on blind impulse. True wisdom lies in knowing when to avoid a powerful foe and how to exploit the vulnerabilities of the weak. By mastering these strategic dynamics, one maintains control and preserves essential resources for greater success. Ultimately, the Tirukural serves as an unmatched guide for navigating life's conflicts with both morality and pragmatic foresight. Its profound teachings remain the bedrock of ethical living and effective leadership across all ages. A small poem. The shadow cast by foe so grand demands the wisdom steady hand. Know the weak and yield to might, to win the day and keep the light. I am truly grateful to Sabu sir for providing this space for exploration. To the participants, Nayanar sir, Joshi sir, Shanti ma'am, Srikumari ma'am, George sir, your insightful questions made this deep dive into the Tirukural both rewarding and intellectually stimulating. I also appreciate the viewers who engaged with these reflections on wisdom and strategy. It has been a pleasure to analyze these timeless verses with you all. May these lessons continue to offer clarity in our own journey. Thank you, sir. Thank you, everybody. ഓക്കെ സാബു സാറേ, പറയൂ സർ. അടുത്ത ആഴ്ച ചാപ്റ്റർ 88 പകൈ തിറം തെരിതൽ, ശത്രുബലം അറിയൽ. അതായത് ശത്രുവിന്റെ ബലത്തിനെ കുറിച്ച് ഒരു ബോധം വേണം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സെൻസ് ഓഫ് എനിമീസ് പവർ. അരസന് ആവശ്യം വേണ്ടതായ ഒന്നാണ് ശത്രുബലത്തെ കുറിച്ചുള്ള അറിവ്. അതനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാനും സൈന്യത്തിൽ ഏർപ്പെടുത്തേണ്ട പരിഷ്കരണങ്ങളെ കുറിച്ച് ആലോചിക്കുവാനും ഈ അറിവ് അവസരം നൽകുന്നു. അത് വ്യക്തിപരമായ ജീവിതത്തിലും അത് തന്നെയാണ് എന്നുള്ള രീതിക്കാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. ശത്രുബലം അറിയൽ. 1800 ദിവസം പിന്നിടുന്ന സാബു സാറിന്റെ പ്രയത്നത്തിന് അതിലേക്കുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇനിയും തുടർന്ന് അത് ആ യാത്ര നല്ല രീതിക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ സാറിന് നന്ദിയും നമസ്കാരവും തരുന്നു. ഓക്കെ സർ. ഓക്കെ ശാന്തി മാം, താങ്ക് യു. ആർക്കാരണം ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഷെയർ ചെയ്യാം. ഇവിടെ സുധോൻ സാർ ഒന്ന് വിളിച്ചു നോക്കൂ സാറേ. പ്രൊഫസർ സായി സാർ എല്ലാം പറഞ്ഞിട്ട്. ഡോക്ടറെ പറയൂ. ജോർജ് സാറൊക്കെ പോയോ? ഇന്ന് റോയ് സാർ വന്നില്ല അല്ലേ? അല്ല.
ലതനൻ സാറും വന്നില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. നാളെ നമുക്ക് ഫോബിയ എന്ന് പറഞ്ഞൊരു വിഷയമാണ്. ഫോബിയ. ഓക്കെ, സി യു. ഗുഡ് നൈറ്റ്.